أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, റമളാനും സഹോദരിമാരും എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. പൊതുവെ റമളാനിൽ സ്ത്രീകൾക്ക് റമളാനിനെ കുറിച്ചും മറ്റുമൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. സഹോദരിമാരെയും അല്ലാത്തവരെയുമൊക്കെ അലട്ടുന്ന അത്തരം ചില സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആണ് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ തുള്ളി വെളിച്ചത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. രാത്രിയിലാണ് നാം നിയ്യത്ത് ചെയ്യുന്നത് റമളാനിൽ. പൊതുവെ പലരുടെയും സംശയം, രാത്രി നിയ്യത്ത് വെച്ചതിന് ശേഷം പിന്നെ സുബിഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായി ഭക്ഷണം കഴിക്കാമോ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുണ്ടോ എന്നൊക്കെ സംശയങ്ങളുണ്ടാവാറുണ്ട്. യാതൊരു കുഴപ്പവുമില്ല. നിയ്യത്ത് ചെയ്ത ശേഷം ഭക്ഷണം കഴിക്കാം, ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടാം, നിയ്യത്ത് മടക്കേണ്ടതില്ല. ഇനി രാത്രി നിയ്യത്ത് ചെയ്ത ശേഷം ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുകയും ഉറങ്ങിപ്പോവുകയും ചെയ്തു, നേരം നല്ലപോലെ വെളുത്ത ശേഷമാണ് ഉണർന്നത്, വലിയ അശുദ്ധിയോടുകൂടി കുളിക്കാതെ നോമ്പിൻ്റെ തുടക്കം. നോമ്പ് സ്വഹിയാകും, എങ്കിലും സുബഹിൻ്റെ മുമ്പ് തന്നെ കുളിക്കൽ സുന്നത്താണ്. അതുപോലെ ഒരു സ്ത്രീയുടെ ആർത്തവം രാത്രി നിന്നു, കുളിക്കാതെ നോമ്പ് നോറ്റു, സ്വഹിയാകും. പക്ഷെ നിസ്കരിക്കണമെങ്കിൽ കുളിച്ചേ പറ്റൂ. അഥവാ വലിയ അശുദ്ധിയെ ഉയർത്തുന്ന കുളിച്ചേ നിസ്കാരം ശരിയാവുകയുള്ളൂ. പിന്നെ സ്ത്രീകളും പൊതുവേ നോമ്പിന് കണ്ടുവരുന്ന ഒരു ശീലമാണ് ഭക്ഷണം രുചിച്ചു നോക്കൽ. രുചി നോക്കിയത് കൊണ്ട് മാത്രം നോമ്പ് മുറിയുകയില്ല. രുചിച്ചു നോക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരംശം ഉള്ളിൽ പോയാൽ, അഥവാ വയറ്റിലേക്ക് ഇറങ്ങിയാൽ, തടിയുള്ള വല്ലതും നമ്മുടെ ഉള്ളിൽ പോയാൽ നമ്മുടെ നോമ്പ് മുറിയും. രുചി മാത്രമാണ് ഉള്ളിൽ പോയതെങ്കിൽ നോമ്പ് മുറിയുകയില്ല. രുചി എന്നതൊരു തടിയല്ല, ഒരു അടയാളം മാത്രമാണ്. ഇതാണ് കാരണം. എങ്കിലും നോമ്പുകാർ ഭക്ഷണം രുചിച്ചു നോക്കാതിരിക്കലാണ് സുന്നത്ത്. രുചിച്ചു നോക്കൽ കറാഹത്താണ്. അതുപോലെ ഒരു ആർത്തവകാരിയായ സ്ത്രീ, സാധാരണ 6-7 ദിവസമാണ് ഒരു സ്ത്രീക്ക് ആർത്തവമുണ്ടാകുന്നത്. അവസാനിക്കാറായ ദിവസത്തെ രാത്രി അവൾ നിയ്യത്ത് ചെയ്തു നോമ്പിന് വേണ്ടി. അപ്പോൾ അവൾ ആർത്തവകാരിയാണ്. പക്ഷേ അവൾക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഏകദേശ ധാരണയുണ്ട്, സുബഹിക്ക് മുമ്പായി എൻ്റെ ആർത്തവം നിൽക്കുമെന്ന്. നിയ്യത്ത് ചെയ്ത് കിടന്നുറങ്ങി. അങ്ങനെ രാത്രിയിൽ തന്നെ, അഥവാ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ആർത്തവരക്തം നിന്നു എങ്കിൽ രാത്രിയിൽ അവൾ ചെയ്ത ആ നിയ്യത്ത് കൊണ്ട് അവളുടെ നോമ്പ് സ്വഹിയാകുന്നതാണ്. പകൽ മുഴുവനും ആർത്തവ പ്രസവ രക്തത്തിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക എന്നത് നോമ്പിൻ്റെ സ്വഹിയാകാനുള്ള ഷർത്താണ്. നോമ്പുകാരിയായിരിക്കെ ഒരു സ്ത്രീക്ക് ആർത്തവ രക്തം പുറപ്പെട്ടാൽ നോമ്പ് മുറിയും. ആർത്തവകാരി നോമ്പ് നോൽക്കൽ ഹറാമാണ്. നോമ്പിൻ്റെ നിയ്യത്തോടുകൂടി അന്നപാനീയങ്ങൾ ഒഴിവാക്കലും ഹറാമാണ്. ഹയല് കൊണ്ട്, പ്രസവരക്തം കൊണ്ടൊക്കെ എന്നിവ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ കൂട്ടണം. കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടതായതിനാൽ റമളാൻ കഴിഞ്ഞ ഉടനെ തന്നെ ഖളാ കൂട്ടണം എന്നില്ല. അത് അടുത്ത റമളാനിൻ്റെ മുമ്പായിട്ട് നോമ്പ് ഖളാ കൂട്ടിയാൽ മതി. സുന്നത്ത് നോമ്പ് നോൽക്കൽ എന്നതുപോലെ തന്നെ നോറ്റുകൂട്ടാൻ ഇനിയും സമയമുള്ള ഫർള് നോമ്പ് നേരത്തെ ഖളാ കൂട്ടണമെങ്കിൽ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമോ അനുവാദമോ ആവശ്യമാണ്. ഒരു റമളാനിൽ ഖളായി പോയ നോമ്പ് അടുത്ത റമളാനായിട്ടും അടുത്ത റമളാൻ ആകുന്നതിന് മുമ്പായി ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ, ഖളാ വീട്ടാൻ സാധിച്ചിട്ടും ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഖളാ വീട്ടുന്നതിന് പുറമെ ഫിദിയയും കൊടുക്കേണ്ടി വരും. ഒരു മുദ്ദ് അഥവാ 600 ഗ്രാം അരി ഒരു ഫക്കീറിനോ മിസ്കീനോ ഫിദിയ കൊടുക്കേണ്ടി വരും. റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് തറാവീഹ് നിസ്കാരം. ഒറ്റക്കും ജമാഅത്തായും നിർവഹിക്കാവുന്നതാണ്. സ്ത്രീകൾക്കും വളരെയേറെ സുന്നത്തുള്ള പുണ്യമുള്ള കാര്യമാണ്. കുറേ സ്ത്രീകൾ ഒരുമിച്ചുകൂടി ഒരു സ്ത്രീ ഇമാമായി നിൽക്കുകയോ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്കൊരു പുരുഷൻ, അത് അന്യപുരുഷനായാലും ഇമാമായി നിന്നുകൊണ്ട് നിസ്കരിക്കാം. മറ്റൊരു കാര്യം, നോമ്പുകാരി സുർമയിടാമോ എന്ന കാര്യമാണ്.
നോമ്പുകാരിക്ക് സുർമയിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ റമദാനിനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വരവേൽക്കാനും സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. ഒരു വിശ്വാസിക്ക് വ്രതവും നിസ്കാരമായിരിക്കും പ്രധാനം. എന്നാൽ കപടവിശ്വാസിക്ക് ഭക്ഷണവും പാനീയവുമാണ് പ്രധാനം. വിശ്വാസി ദാനധർമ്മങ്ങൾ ചെയ്യുകയും കുറ്റബോധത്തിൽ കഴിയുകയും ചെയ്യും. കപടവിശ്വാസിയായ മനുഷ്യൻ അത്യാഗ്രഹത്തിൽ ആയുസ്സു തുലക്കും. വിശ്വാസി നല്ലത് മാത്രം ചെയ്യും, തിന്മയെ ഓർത്ത് കരയും. കപടവിശ്വാസിയാകട്ടെ തെറ്റിൽ ജീവിതം തുലച്ചു ചിരിച്ചും കളിച്ചും മതിമറക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين